വഴികളിൽ വിദ്യാഭ്യാസത്തിന് പോയി, ജോലിക്ക് പോയി, ആരാധനയ്ക്ക് പോയി, കൂട്ടായ്മ ബന്ധങ്ങൾക്ക് പോയി, കൂട്ടുകെട്ടുകൾക്ക് പോയി. ഏതൊക്കെ വഴി ജീവിതത്തിലുണ്ട് പോയല്ല സ്വാമേ. എന്നാൽ വഴി ചെന്നിട്ട് എന്ത് ചെയ്യണം? നല്ല വഴി പല വഴി കണ്ടിട്ടുണ്ട്, പല വഴിയിൽ പോയതുവാ, പല വഴി ചിന്തിച്ചതാ, പല വഴി അനുഭവിച്ചതാ, പല വഴിയിലും അലട്ടൽ പ്രാപിച്ചതാ, പലതിലും അവരെ നിരാശപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുമുണ്ട്. പല വിധത്തിൽ കഷ്ടതയിലായ വഴിയും ഉണ്ട്. പലപ്പോഴും അടഞ്ഞ വഴികൾ, അനുഭവമില്ലാത്ത വഴികൾ, അധോഗതി പ്രാപിച്ച വഴികൾ, അവൻ ഒതുക്കിക്കളയുന്ന വഴികൾ, ഒറ്റപ്പെടുത്തിയ വഴികൾ, അനാഥത്വമാക്കിയ വഴികൾ, നിന്നെ അടച്ചു കളഞ്ഞ നിരാശയുടെ വഴികൾ, നിന്നെ ശൂന്യപാറയിലെത്തിച്ച വഴികൾ പലതും നീ അനുഭവിച്ചു കാണും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറഞ്ഞു, നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? നല്ല വഴി ഏതായിരുന്നു? നിന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും. എന്റെ ജീവിതകാലമൊക്കെ ഞാൻ പലതും ആശ്രയിച്ച് നടന്നത്, പല അനുഭവത്തിൽ എന്നെ ചുവട് വെച്ചതാ, പല അളവുകൾ ഞാൻ ആഗ്രഹിച്ചതാ, പലപ്പോഴും ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രാപിച്ചു പോയി. എന്നാൽ നല്ലതേതെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പകലിൽ കേട്ടല്ലോ, നല്ല വഴി ഏതാ? അലട്ടലില്ലാത്ത വഴി ഏതാ? നിരാശയില്ലാത്ത വഴി ഏതാ? സങ്കടമില്ലാത്ത വഴി ഏതാ? പൂർണ്ണതയിലെത്താത്ത വഴി ഏതാ? അത് ചോദിച്ച് നോക്കണം. നല്ല വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടപ്പി. പോകുന്ന പോലെ നടക്കാൻ പറഞ്ഞില്ല, കാണുന്ന വഴി പോകാൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും ചെന്ന് കാര്യം നേടാമെന്നോട് പറഞ്ഞില്ല. ഇല്ലയോ? ആമേൻ. കർത്താവേ, നല്ല പാതയിൽ ചെല്ലുക, നല്ല വഴിയിലാകുക, നല്ലത് നേടുക. നീ എന്നെ ഒന്ന് ക്രമീകരിക്കണമേ. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ. സ്തോത്രം. ശമരിയക്കാരിയോട് ചോദിച്ചാൽ അറിയാം, അയ്യോ ഞാൻ ഉച്ചനേരത്ത് ഓടി വന്നത്, ആരും എന്നെ അറിയരുത്, ആരും എന്നെ കാണരുത്, എന്നാൽ എനിക്ക് ദാഹമുണ്ട്. കർത്താവേ, നീ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കൊടുക്കുന്നവനെന്ന് അറിഞ്ഞല്ലോ, അതെനിക്ക് തരണമേ. ഇല്ല, നിനക്ക് തരുന്നതിന് മുമ്പ് നിന്റെ ആരാധന ക്രമീകരിക്കേണ്ടതുണ്ട്, നിന്റെ പിതാക്കന്മാരുടെ ആചാരത്തെ മാറ്റേണ്ടതുണ്ട്, നീ ആരെന്ന് വെളിപ്പെട്ട് വരേണ്ടതുണ്ട്. നിന്നെ ചുറ്റി വളയുന്ന നിരാശയുടെ ഇരുട്ട്, നിന്നെ ലജ്ജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് നിന്നെ അന്യപ്പെടുത്തുന്ന ആ പരാജയങ്ങൾ നിന്നെ മാറ്റുവാൻ എന്റെ വാക്കിനെ നീ ഒന്ന് മുന്നോട്ട് പോയിക്കേ. ഒരു ചുവട് വെച്ച് നമ്മൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ പട്ടണക്കാർ പറയുന്നുണ്ട്, നിന്റെ വാക്കല്ല, ഞങ്ങൾ വന്ന് തന്നെ കാണും. നീ പറഞ്ഞ യേശു മശിഹായെ ഞങ്ങൾ വന്ന് കാണും. കാരണം അവർക്ക് വിധിക്കാനുണ്ട്. എന്ത്? നീ പാവിയല്ലേ, നീ പറയുന്ന ഞങ്ങൾ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ഇവിടെ സകലരും കൂടി കല്ലെറിയാം, സംഭവിക്കാവുന്ന കാര്യം. കല്ലെറിയാനല്ല പട്ടണക്കാര് നോക്കിയത്, പിന്നെയോ ഹല്ലേലൂയ, അവൾ പറഞ്ഞ വാക്ക് ശരിയോ, അത് ഞങ്ങൾ വന്ന് കാണും. എന്തുകൊണ്ട് അവളുടെ ഉള്ളിൽ തളച്ച മശിഹായെ അവൾ വെളിപ്പെടുത്തുമ്പോ, എന്തുകൊണ്ട് അവൾ പറഞ്ഞ പ്രവാചകനെ അവൾ വെളിപ്പെടുത്തുമ്പോൾ അത് ശരിയെന്ന് വെച്ച് പട്ടണക്കാർ ഇല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന് മശിഹായെ കാണുവാനുള്ള ബന്ധമുള്ളത് എന്തുകൊണ്ട്? അവളെ ബാധിച്ചിരുന്ന അന്ധകാരത്തിൽ നിന്ന്
പരിശുദ്ധാത്മാവോടെ പുറത്തു കൊണ്ടുവന്ന ആ ശക്തിയാ മുമ്പോട്ടുള്ള തള്ളിക്കൊണ്ടിരുന്നു. അവളെല്ലാം സംസാരിച്ചത് പട്ടണക്കാരോട്. അവേ മശിഹ തന്നെ അവളുടെ നാവെടുക്കുക. അവയെ പറയുന്ന വ്യക്തിയെ കുറിച്ചല്ല നോക്കേണ്ടത്. പറയുന്ന വ്യക്തിയെ കുറ്റം വിധിക്കുകയല്ല വേണ്ടത്. പറയുന്ന വ്യക്തിയെ പകയ്ക്കുകയല്ല വേണ്ടത്. പറയുന്ന വ്യക്തിക്ക് മാർക്കിടുകയല്ല വേണ്ടത്. കഠിനപ്പെടുകയല്ല വേണ്ടത്. എതിരിടുകയല്ല വേണ്ടത്. അവൻ ദൈവത്തിന്റെ ആത്മാവും വചനം നിന്റെ മേൽ അയക്കുമ്പോ നിനക്ക് ആശ്വാസമുണ്ടോ? നിനക്ക് വിടുതലുണ്ടോ? നിനക്ക് സന്തോഷം വരുന്നുണ്ടോ? നിന്റെ ഉള്ളിൽ തണുപ്പ് വീഴുന്നുണ്ടോ? നിനക്ക് എതിര് പോകുന്നെങ്കിൽ, നിനക്ക് പ്രതികൂലമായി തോന്നുന്നെങ്കിൽ, പറയുന്ന വ്യക്തിയുടെ ആംഗ്യങ്ങള്, ഭാഷകള്, സംഭാഷണങ്ങള്, അവയുടെ രൂപങ്ങള്, നിനക്ക് അഗോചരമായി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നില്ല, നിന്നിൽ പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കാൻ പറ്റും. സ്തോത്രം. ഇന്ന് പകലിൽ പറയുന്ന ആളിന്റെ കൃത്യത അല്ല നോക്കേണ്ടത്. പറയുന്ന ആളിന്റെ മുഖസൗന്ദര്യം അല്ല നോക്കേണ്ടത്. പറയുന്ന ആളിന്റെ ചാതുര്യം അല്ല നോക്കേണ്ടത്. പറയുന്ന വചനം ദൈവത്തിൻ്റെതാണ്. അത് ദൈവശ്വാസീയമാണ്. ആ വചനം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ടെങ്കിൽ, ആർക്കും തരുവാൻ കഴിയാത്ത തണുപ്പ് നിന്റെ ഉള്ളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ വേദന മാറുന്നുണ്ടെങ്കിൽ, വചനത്തിന് ബന്ധനമില്ലാതെ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതാണ്. വചനം നീ ശ്രദ്ധിച്ചാൽ മതി. വ്യക്തിയെ നീ പകയ്ക്കണ്ട. വ്യക്തിയോട് വൈരാഗ്യം കാണിക്കണ്ട. വ്യക്തിയോട് എതിരിടണ്ട. വ്യക്തിയെ നീ ചോദ്യം ചെയ്യണ്ട. വിധിയോ അവൻ നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, അവൻ നിർമ്മലനോട് നിർമ്മലന. നമ്മൾ വായിച്ചു കേട്ട വാക്യം ഇതാണ്. നാഥനെ കണ്ടപ്പോ ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. എന്തുകൊണ്ടത് തോന്നി? എന്തുകൊണ്ട് തോന്നി? ആവശ്യഭാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നാഥനെയാണ് യഹൂദന്റെ മതാചാര പ്രകാരം ജീവിച്ചവൻ. സ്തോത്രം. എന്തുകൊണ്ട് ഫിലിപ്പോസിന്റെ വാക്കിന് അത്തിയുടെ കീഴിൽ നിന്ന് പൊങ്ങി? ഹല്ലേലൂയ. ന്യായപ്രമാണം പരിശോധിക്കുന്നവനാ. ന്യായപ്രമാണത്തെ ആചരിച്ചിരുന്നവനാ. ന്യായപ്രമാണത്തിൽ നാമെ കാണേണ്ടത് കാണണമെന്ന് ആഗ്രഹമുള്ളവനാ. അവൻ ഫിലിപ്പോസിന്റെ വാക്കിനൊത്ത് എഴുന്നേൽക്കാൻ കാര്യം അവന്റെ ആവശ്യഘട്ടം മറക്കുക, അവന്റെ അവസ്ഥ മറക്കുക. ഞാൻ പോയി കാണും അവനെ എന്നുള്ള ചിന്തയിൽ അവൻ എഴുന്നേൽക്കുക. അതാ കർത്താവ് പറഞ്ഞത്, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. ചെറിയ കാര്യം അവൻ ആഗ്രഹിച്ച് അവിടെ വന്നത്. പക്ഷേ കർത്താവ് പറയുക, എടാ നീ അവിടെ ഇരിക്കുന്നതിന് മുമ്പ്, നീ എന്നെ അറിയുന്നതിന് മുമ്പ്, എന്നെ കാണുന്നതിന് മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ്, നീ എവിടെയൊക്കെ ഇരുന്നെന്ന്, നീ എവിടെയൊക്കെ വ്യാപരിച്ചെന്ന് എനിക്കറിയാം. പകൽ പരിശുദ്ധാത്മാവ് പറയും, നീ എന്തായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിനറിയാം. നീ ഏതൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്ന് ദൈവത്തിനറിയാം. നിന്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് ദൈവത്തിനറിയാം. നീ ഏതവസ്ഥയെ തരണം ചെയ്യുന്നു എന്ന് ദൈവത്തിനറിയാം. നിന്റെ കുടുംബത്തിൻ്റെതായ വൈകല്യങ്ങൾ ദൈവത്തിനറിയാം. നിന്റെ തലമുറയുടെ വീക്ക് പോയിന്റ് ഒക്കെ അവനറിയാമെന്ന് അടുത്തു പോയി. നീ ഇതിലും വലുതാണ്. നിങ്ങൾ വിലഹീന വശം കാണുന്നു, ഇതികേട് കാണുന്നു, അനുഭവങ്ങളിൽ പാളിച്ച കാണുന്നത്, കുത്തുവാക്ക് നീ കേൾക്കുന്നുണ്ട്, വേദനപ്പെടുന്ന സാഹചര്യം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ഒരു വലിയ പ്രവർത്തിക്ക് ദൈവത്തിന്റെ കുടുംബത്തെ ഒഴിക്കുന്നു. ഒരു വിടുതലില്ലേ കർത്താവേ? നീറിപ്പുകയുന്ന അനുഭവത്തോടെ